എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്നാണ് ഞങ്ങൾ പോണത്. അപ്പോൾ രാത്രി കിടക്കുമ്പോൾ തന്നെ 2 മണിയായി. അപ്പോൾ എണീക്കാൻ കുറച്ചൊരു വൈകി, 6 മണിയൊക്കെ ആയി. എന്തായാലും ഇന്ന് യാത്ര പറയുകയാണ് എല്ലാവരോടും. ഇനിയത്തെ അടുത്ത പ്രാവശ്യം ഷാ വീട്ടിൽ വരുമ്പോൾ ബാക്കി വീട്ടിലത്തെ ബ്ലോഗ് എടുക്കാം. നിങ്ങൾക്ക് കാണുമ്പോൾ ബോറടിക്കുന്നുണ്ടാവില്ല. മൊത്തത്തിൽ എപ്പോഴും ഈ വീട് തന്നെ ഇങ്ങനെ കാണിക്കുമ്പോൾ രാവിലെ അപ്പോൾ തുടങ്ങിയ പണിയാണ് കേട്ടോ. രാവിലെ 6 മണിക്ക് എണീറ്റതാണ്. എനിക്ക് പറഞ്ഞാൽ 3 മണിയായിട്ട് ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ എന്താ അടുക്കള ക്ലീനിങ് ആയിരുന്നു. ഇത്ര നേരം അടുക്കള ഇപ്പോൾ കഴിഞ്ഞേ ഉള്ളൂ. 9 മണിയായിട്ടുണ്ട്. അപ്പോൾ എന്താ ക്ലീനിങ് കഴിഞ്ഞു. ഫ്രിഡ്ജ് കണ്ടില്ലേ, ഇത് മൊത്തം ഇങ്ങനെ എല്ലാം അതിൻ്റെ ട്രേ എല്ലാം എടുത്ത് കഴുകി ഉണക്കി വെച്ച് കഴിഞ്ഞു. അടുക്കള വൃത്തിയാക്കിയപ്പോൾ ഒരു സമാധാനം. ഇനിയുണ്ട് പുറത്ത് കുറേ സാധനങ്ങളൊക്കെ എടുത്ത് വയ്ക്കാനുള്ളതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം മൊത്തത്തിൽ അടുക്കള ക്ലീനായപ്പോൾ ഒരു സമാധാനമായിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് ഞാൻ സമയം കിട്ടുകയാണെങ്കിൽ ഇടാം. ഞങ്ങളിപ്പോൾ ഫ്ലൈറ്റിനകത്താണുള്ളത് കേട്ടോ. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതും പിന്നെ നമ്മൾ ട്രാവൽ ചെയ്യണതൊക്കെ ഞങ്ങൾ കോയമ്പത്തൂർ എയർപോർട്ടിൽ നിന്നാണ് ഞങ്ങൾ ഫ്ലൈറ്റ് അബുദാബിക്ക്. അപ്പോൾ ഞാൻ എടുക്കണമെന്ന് വിചാരിച്ച ഒന്നും പറ്റിയില്ല. കാരണം നമ്മൾ വീട് മൊത്തം ലോക്ക് ചെയ്ത് ഇറങ്ങുന്നത് കൊണ്ടേ ഒരുപാട് പണി. എന്നിട്ട് പോലും എനിക്കത് മുഴുവൻ ഫിനിഷായി എന്ന് തോന്നുന്നില്ല. മനസ്സിലൊരു സമാധാനമില്ല. പിന്നെ ഞങ്ങൾ കാറിൽ കയറിയ ശേഷം എടുക്കാൻ പറ്റിയില്ല. വരുന്ന വഴിയിൽ ഞങ്ങൾ കുറച്ച് പനന്നൊങ്ക് ബാക്കി എല്ലാ പാക്കിങ് കഴിഞ്ഞു. ഞാൻ തെർമൽ ബാഗ് കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോഴും ഞങ്ങൾ ബാഗിൽ സാധനങ്ങൾ കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇങ്ങോട്ടും വരുമ്പോൾ നൊങ്ക് വേണമെന്ന് പറഞ്ഞിരുന്നു കുട്ടികൾ, അപ്പോൾ മക്കൾക്ക്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ചിറ്റൂർ ടു കോയമ്പത്തൂരിൽ നിന്നായിരുന്നു ഫ്ലൈറ്റ്. അപ്പോൾ വരുമ്പോൾ കൊഴിഞ്ഞാമ്പാറ അഹല്യ ഹോസ്പിറ്റൽ കഴിഞ്ഞ ഒരു സ്പോട്ടുണ്ട്. അവിടെ നിന്ന് ഞങ്ങൾ എപ്പോഴും വാങ്ങിക്കാറുണ്ട്. അപ്പോൾ അവിടെ നിന്ന് നൊങ്കൊക്കെ വാങ്ങിയിട്ട് തെർമൽ ബാഗിലിട്ടിട്ടാണ് ഞാൻ വന്നത്. അങ്ങനെ ടേക്ക് ഓഫ് ആയി. അപ്പോൾ അതൊക്കെയാണ് അവിടുത്തെ കാര്യങ്ങൾ. അപ്പോൾ എന്തായാലും എനിക്ക് മറ്റുള്ള വീഡിയോ എടുക്കാൻ പറ്റാത്തതിൽ വലിയ വിഷമമായി പോയി കേട്ടോ. അപ്പോൾ കുട്ടികൾ ഭയങ്കര ഹാപ്പിയാണ്. എന്താണെന്ന് പറഞ്ഞാൽ കുറച്ച് ദിവസമായില്ല വെക്കേഷനായിട്ട് നാട്ടിൽ. പാമ്പാനും ഉമ്മാനൊന്നും കാണാത്തതുകൊണ്ട് അതിൻ്റേതായ ഒരു വിഷമമുണ്ട്. അവിടെ ദുബായിൽ എത്തുന്നതിൻ്റെ ഉള്ളൊരു സന്തോഷമൊക്കെ ആയിട്ട് അവർ നല്ല ഹാപ്പിയിലായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മൾ ലാൻഡ് ചെയ്യാനായി. അനൗൺസ്മെൻ്റൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ വെയിറ്റിങ്ങിലാണ്. അപ്പോൾ എത്തി, നമ്മൾ ലാൻഡ് ചെയ്തു. ഇനിയിപ്പോൾ അറൈവൽ ടെർമിനലിലേക്ക് എത്തണമെങ്കിൽ കുറച്ച് നല്ല ദൂരമുണ്ട്. അപ്പോൾ നമ്മൾ നടന്നു പോകുമ്പോൾ നമുക്ക് കാല് കഴിക്കും. അപ്പോൾ എനിക്കും കാല് നല്ലോണം വയ്യ. വീട്ടിലൊക്കെ ഒരുപാട് പണിയൊക്കെ ചെയ്തിട്ട് 2 കാലും നല്ല വേദന. പക്ഷെ മുട്ടാണെങ്കിൽ കുറച്ച് തേയ്മാനമൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ബെൽറ്റൊക്കെ ഇട്ടിട്ടാണ് ഞാൻ യാത്ര ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ചെക്കിങ് ഒക്കെ ഉണ്ടായിരുന്നു. എൻ്റെ ബെൽറ്റൊക്കെ നല്ലോണം ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണ് പിന്നെ എൻ്റെ കയ്യിലെല്ലാം പ്രിസ്ക്രിപ്ഷൻസും എല്ലാം ഡോക്ടർ ഫയലെല്ലാം ഞാൻ എടുത്തിട്ടാണ് വരിക. ഒരുപാട് മരുന്നുകളും 6 മാസത്തേക്കുള്ള മരുന്ന് ഞാൻ പറഞ്ഞില്ലേ, അതൊക്കെ എൻ്റെ കയ്യിലുണ്ട്. ഞാൻ പക്ഷെ അത് എൻ്റെ ഒരു ഹാൻഡ് ബാഗിലാക്കിയിട്ട് അത് മൊത്തം ഫയലും എല്ലാം കൂടി കയ്യിൽ വെക്കുകയാണ് ചെയ്ത്. അപ്പം നമുക്ക് ചെക്കിങ് വന്നാലും പെട്ടെന്ന് കാണിച്ചു കൊടുക്കാമല്ലോ. പക്ഷെ അവരൊന്നും നോക്കിയൊന്നുമില്ല, ചോദിച്ചൊന്നുമില്ല കേട്ടോ. ഞങ്ങളിനിപ്പോൾ അവർ വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ട, ഒരു ഫോൺ വിളിച്ചു, ഞങ്ങളിതാ എത്താനായി എന്നിട്ട് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ കാണുന്നതിനുള്ള സന്തോഷം കുട്ടികൾക്കും അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും. അവിടെ നിന്ന് വിളിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഇപ്പോൾ എയർപോർട്ട് കുറച്ച് ഞങ്ങൾ നടക്കുന്ന വഴി മാത്രം കുറച്ചൊക്കെ എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ വീടെത്തിയിട്ട് വേണം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ. അത്രയും ക്ഷീണമാണ്, ഭയങ്കര ടയേർഡാണ് ഞാൻ. ഫ്ലൈറ്റൊന്നും അങ്ങനെ ഉറങ്ങിയൊന്നുമില്ല. കുറച്ച് നേരം ഞങ്ങൾ ഫോണിൽ മോൻ എനിക്ക് ഡൗൺലോഡ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു ഒരു ഫാർമ എന്ന് പറഞ്ഞിട്ടൊരു സീരീസ്, നിവിൻ പോളിയുടെ. അപ്പോൾ അതിൻ്റെ 3-4 എപ്പിസോഡ്സ് ഉണ്ടായിരുന്നു. ഞാൻ അതൊക്കെ കണ്ട് തീർത്തു. പിന്നെ കുറേ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ ഇതാ മക്കൾ എന്താണ് വന്ന് എന്നെ സ്വീകരിക്കുന്നതാണ് കാണുന്നത്. എനിക്ക് ബൊക്കയും കേക്കും എല്ലാം ഉണ്ടായിരുന്നു. എനിക്ക് ഡോണറ്റ്സും ഒക്കെ ആയിട്ട്. അപ്പം അങ്ങനെ ഞങ്ങൾ
എല്ലാവരും മീറ്റ് ചെയ്തു അവസാനം. അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് എല്ലാവരും. ഇനി ഇവിടുന്ന് കുറച്ച് ദൂരമുണ്ട്. ഞങ്ങൾ അബുദാബി എയർപോർട്ട് ആയതുകൊണ്ട് ഞങ്ങൾ താമസം ചെറിയ മോള് ദുബായിലും വലിയ ആൾ നെസ്ലിൻ അജ്മാനിലുമാണ്. അപ്പോൾ ഞങ്ങൾ ആദ്യം ദുബായിലേക്കാണ് പോണത്. ഞങ്ങൾ അവിടെ എത്തിയിട്ട് നമ്മൾ അതിൻ്റെ ഇടയിൽ നമുക്ക് ഫുഡ് കഴിച്ചിട്ടില്ല. ഞങ്ങൾ എന്തായാലും എല്ലാവരും കൂടി ഒന്ന് ഫുഡൊക്കെ കഴിച്ച് ഒരു കേക്കൊക്കെ കട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പോകണം. എന്തായാലും സുമാനും സഹാനൊക്കെ നാട്ടിലെ ഭക്ഷണങ്ങളൊക്കെ മടുത്തിട്ടുണ്ടാവും. വീണ്ടും ഇവിടെ വന്നിട്ട് ഇവിടുത്തെ ഭക്ഷണങ്ങളൊക്കെ ഇനിയിപ്പോൾ അവർക്ക് കഴിച്ചു തുടങ്ങണം. അപ്പോൾ ഭക്ഷണത്തിൻ്റെ സജഷൻ ചോദിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് നമുക്ക് നാട്ടിലെ ഭക്ഷണങ്ങൾ വേണ്ട, നാടൻ ഭക്ഷണം വേണ്ട എന്ന് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഞങ്ങളൊരു റെസ്റ്റോറൻറ്റിലെത്തി. അപ്പോൾ കേക്ക് കട്ടിങ്ങാണ് ആദ്യം നടന്നത്. ബാക്കി ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. കേക്ക് കട്ട് ചെയ്തു, എല്ലാവരും കഴിച്ചു. നല്ല കേക്കായിരുന്നു. അതുമാതിരി ഫ്ലവേഴ്സ് എനിക്കിഷ്ടപ്പെട്ടു. ബൊക്കെ അതിൻ്റെ കളർ എൻ്റെ ഡ്രസ്സിൻ്റെ കളറായിരുന്നു എൻ്റെ കവറിങ്. അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല, പക്ഷെ എന്നാലും ഒരു മാച്ചിങ് ആയി. ഈ വീഡിയോ എഡിറ്റ് ചെയ്തിടാൻ കുറച്ച് ദിവസം എടുത്തു കേട്ടോ. അങ്ങനെ ഞങ്ങൾ നസിയുടെ വീട്ടിലെത്തി കേട്ടോ. അപ്പോൾ ഇതോടുകൂടി ഈ വീഡിയോ ഞാൻ നിർത്തുകയാണ്. ബാക്കി അടുത്ത വീഡിയോയിൽ ഞാൻ ബാക്കി ഭാഗങ്ങളെല്ലാം കാണിക്കാം. അപ്പം മോളുടെ വീട്ടിൽ കയറിയിട്ടതാ കുട്ടികളൊക്കെ എൻജോയ് ചെയ്യാണ്. സന്തോഷം.